അവർ ആദ്യം തുടങ്ങിയത് നാച്ചുറൽ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. അവര് ഈ ബയോഗ്യാസ് അതിൻ്റെയൊക്കെ അങ്ങനെ തുടങ്ങി. രാമേശ്വരത്തിന് ഗ്രീൻ രാമേശ്വരത്ത് 10-60 തീർത്ഥസ്നാനങ്ങളുണ്ട്. പക്ഷെ ആ തീർത്ഥങ്ങളെല്ലാം മൂടിക്കെടുക്കുകയാണ്. ഡംപിങ് ഗ്രൗണ്ട്സ് ഇത് കൊണ്ടിടുന്നതായിരുന്നു. അപ്പോൾ കേന്ദ്ര ഹാസ് ടേക്കൺ അപ്പ് ദാറ്റ് ആൻഡ് റിവൈവിങ്. അത് നമ്മുടെ പ്രവൃത്തിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും എടുത്തിട്ട് പോവില്ല. നമ്മൾ കുറച്ച് ചെല്ലും, അവിടുത്തെ ആൾക്കാരെ ഉണർത്തി അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവർക്ക് ഏറ്റവും തന്നെ കൊടുത്തിട്ട് പോകും. സോ യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു തീർത്ഥത്തിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി അത് നിങ്ങളുടെ പണിയാണ്. നമ്മളെല്ലാം ചെയ്തു തരും, അതിൻ്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇനി അതിനെ പ്രിസർവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് 10-13 എത്ര 10-40 മറ്റോ റിവൈവ് കഴിഞ്ഞു. ഭയങ്കരമായിട്ടുള്ളൊരു പ്രോജക്റ്റ്. അബ്ദുൽ കലാമിന് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത്. അദ്ദേഹം വളരെ പ്രശംസിക്കുകയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിന് എന്തിനുമാണ് സേവ്ജിക്ക് ഒരു ടെമ്പിൾട്ടൺ അവാർഡ് കിട്ടി, പ്രിൻസ് ചാൾസിൻ്റെ അടുത്ത് പോയി അവാർഡൊക്കെ കിട്ടിയതൊക്കെ.